വയനാട് മാനന്തവാടിയിൽ വനവാസി യുവാവിന് നേരെ അതിക്രമം. പയ്യമ്പള്ളിയിലാണ് വനവാസി യുവാവിനെ വാഹനത്തിൽ 1/2 കിലോമീറ്ററോളം വലിച്ചിഴച്ചത്. വിനോദസഞ്ചാരികളുടെ വാക്കുതർക്കം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ഈ അതിക്രമം ഉണ്ടായത്. സംഭവത്തിൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. പരിക്കേറ്റ യുവാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അർജുൻ PS ചേരുന്ന വിവരങ്ങളുമായി. അർജുൻ, എന്തിനാണ് ഈ വിനോദസഞ്ചാരികളുമായുള്ള ഒരു തർക്കത്തിന്റെ ഭാഗമായി വനവാസി യുവാവിന് നേരെ ഇങ്ങനെ അതിക്രമം ഉണ്ടായത്? ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഇത്തരത്തിൽ കൂടൽക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെക്ക് ഡാം ഉണ്ട്. ഒരു സ്വകാര്യ വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇവിടെ എത്തിയ 4ഓളം വരുന്ന ചെറുപ്പക്കാർ അവിടെ വന്ന് യുവാക്കൾ അവിടെ വരികയും വലിയ രീതിയിൽ നാട്ടുകാരുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. നാട്ടുകാർ പലതവണ അവരെ വാർണിംഗ് ചെയ്തെങ്കിലും അവർ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മാത്രമല്ല, തൊട്ടടുത്ത് വന്ന ഒരു സഞ്ചാരികൾ, അതായത് അവിടേക്ക് തന്നെ വന്നിട്ടുള്ള വിനോദസഞ്ചാരികളുമായിട്ട് ഇവർ തർക്കത്തിലാവുകയും അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. കല്ലെടുത്ത് അവരെ തലക്കടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ വനവാസി യുവാവ് ഇവിടെ വരികയും പിന്നീട് ഇവരോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. ഇതിൽ പ്രകോപിതനായവരാണ് ഈ വനവാസി യുവാവിനെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് നാട്ടുകാർ ഓടി വന്നപ്പോഴേക്കും ഇവർ ഈ വാഹനത്തിലേക്ക് ഇവയാളെ വലിച്ചു കയറ്റുകയും പിന്നീട് കൈ ഡോറിനോട് ചേർത്തുകൊണ്ട് ബാക്കിയുള്ള ശരീരഭാഗം ഇയാളുടെ പൂർണ്ണമായും റോഡിലായിരുന്നു. പിന്നീട് കാർ വേഗത്തിൽ ഓടിക്കുകയായിരുന്നു. വലിയ സ്പീഡിലായിരുന്നു ഈ വാഹനം ഓടിച്ചിരുന്നത്. തുടർന്ന് ഈ വനവാസിയുടെ ഈ ദേഹമാസകലം മുറിവുണ്ടാവുകയും അതുപോലെ തന്നെ കയ്യിലും കാലിലും സാരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇടുപ്പിലടക്കം സാരമായി പരിക്കേറ്റ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഇയാളെ മാനന്തവാടി മെഡിക്കൽ കോളേജ്, വയനാട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോഴും ഈ വയനാട് മെഡിക്കൽ കോളേജിൽ ഇദ്ദേഹം ചികിത്സയിലാണ്. ഈ കാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. KL 57H8733 എന്നുള്ള മലപ്പുറം രജിസ്ട്രേഷനിലെ സെലോറിയോ എന്ന് പറയുന്ന വാഹനമാണ് ഇയാളെ ഇത്തരത്തിൽ ഉപദ്രവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറ്റിപ്പുറ സ്വദേശി മുഹമ്മദ് റിയാസിന്റെ പേരിലാണ് ഈ വാഹനമുള്ളത്. ഇതിനെ തന്നെ ഈ മലപ്പുറം കേന്ദ്രീകരിച്ച ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.